Okay, so flooding house is another case. A different case is, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തമാശ രൂപത്തിൽ, മേക്കിംഗ് ഫൺ ഓഫ് നരേന്ദ്രമോദി ഓർ ഹൂഎവർ ഇറ്റ് ഈസ്. Plane overload. The plane has taken off and you are there on the plane. ഒരാൾ ചാടിയേ പറ്റുള്ളൂ. It is overload. Plane cannot safely fly. ചുമ്മാ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ചോദിക്കാം. But it is a case. എന്നിട്ട് പറയുക ഇതാണ്, ഇതിനകത്തുള്ള യാത്രക്കാർ ഇവരൊക്കെയാണ്. A pilot serving for so many years. പൈലറ്റ് ചാടണോ? അപ്പോൾ പൈലറ്റ് ചാടിയാൽ ബാക്കി എല്ലാവരുടെയും ഇതാണ്. പിന്നെ ഒത്തിരി പേരെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു നേഴ്സ്, നൗ ഷീ ഈസ് ഓൾസോ പ്രഗ്നന്റ്. അപ്പോൾ 2 ജീവിതം എന്നുള്ള പരിഗണന. പിന്നെ കുറേ അധികം ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു NGOയുടെ ഹെഡ്, 84 വയസ്സായ ഒരു കാർഡിയാക് സർജൻ, 10,000 കണക്കിന് സർജറികൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം പോകുന്നതും ഏതാനും സർജറികൾ ചെയ്യാനാണ്. 84 വയസ്സാണ്. അപ്പോൾ പ്രായമായവരെ അവർ ബഹുമാനിക്കോ ഇല്ലയോ എന്നുള്ളത് എക്സെട്ര. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വഴി നമ്മൾ കേസ് പ്രസൻറ്റ് ചെയ്യാണ്. ഒന്ന് നിങ്ങളുമാണ്. നമ്മൾ തമാശ രൂപത്തിലത് പ്രധാനമന്ത്രിയെ വെച്ച്, ഇപ്പം മോദി, പണ്ട് വേറെ ആളുകളായിരുന്നു, പ്രധാനമന്ത്രിയെ വെച്ച് ചെയ്യുന്ന അറിയാവോ? പാരച്യൂട്ട് ഒരെണ്ണം കുറവാണ്, ഒരാൾക്ക് പാരച്യൂട്ട് ഉണ്ടാവില്ല. അറിയില്ല? കേട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്ക്, ഒരാൾ വളരെ ധൈര്യമായിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പം ഞാനും പ്രധാനമന്ത്രിയും, അപ്പോൾ ഒരാൾ ചാടിയേ പറ്റുള്ളൂ, ഒരു പാരച്യൂട്ടേ ഉള്ളൂ. ഇയാൾ കൂളായിട്ട് മറ്റേ ആൾക്ക്, പ്രധാനമന്ത്രിക്ക് പാരച്യൂട്ട് കൊടുക്കുകയാണ്, ചാടി. അപ്പോൾ അത് പാരച്യൂട്ട് അല്ലായിരുന്നു, അത് വേറൊരു സാധനമായിരുന്നു, സ്കൂൾ ബാഗ്, സംതിങ് ലൈക്ക്. അപ്പം പ്ലെയിൻ മാത്രമല്ല, ഇന്ത്യ മൊത്തം രക്ഷപ്പെട്ടു എന്നാണ് കളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മോഡി, ഇറ്റ്സ് അബൌട്ട് ആര്. ഇപ്പം അമേരിക്കയിലാണ് അവർ മേക്ക് ഫണ്ട് ചെയ്യുന്നത്, ട്രംപിനെ കുറിച്ചായിരിക്കും, അത്രയേ ഉള്ളൂ. ഈ ആൻറ്റി ഇൻകംപൻസി, ഇപ്പം ഭരിക്കുന്നവരോടുള്ള തോന്നാവുന്ന ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ ഭരണ ഇതിൻ്റെ പേരിൽ, അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സാധനമാണ് പ്ലെയിൻ ഓവർലോഡ്.